എം.ആർ. അജിത് കുമാറിനെതിരായ വിജിലൻസ് കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാനാണ് സർക്കാരിന്റെ നീക്കം. ഭരണ നേതൃത്വത്തിനെതിരായ പരാമർശം നീക്കം ചെയ്യാൻ ഹൈക്കോടതിയെ സമീപിച്ചേക്കും. അന്തിമ റിപ്പോർട്ടിൽ തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണെന്ന വാദം ഉന്നയിക്കും. അപ്പീൽ പോകണമെന്ന അഭിപ്രായം വിജിലൻസിനുമുണ്ട്. സെയ്ഫ് സൈനുലാബ്ദീൻ വിവരങ്ങൾ നൽകും. സെയ്ഫ്, അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയതിൽ വിജിലൻസ് കോടതി പരാമർശം അത് മുഖ്യമന്ത്രിക്കടക്കം വലിയൊരു ക്ഷീണമായിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഹൈക്കോടതിയെ സമീപിച്ച് അത്തരം പരാമർശങ്ങൾ നീക്കം ചെയ്യണമെന്ന ആവശ്യം കൂടി സർക്കാർ ഉന്നയിക്കാൻ പോകുന്നതല്ലേ? അതേ ജിൽസി, നമുക്ക് അങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. ഉത്തരവ് വിജിലൻസ് മാനുവലിന് വിരുദ്ധമാണ് എന്നാണ് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട ആൾക്കാരും അതുപോലെ തന്നെ വിജിലൻസുമായി ബന്ധപ്പെട്ട ആൾക്കാരും എല്ലാം പറയുന്നത്. മുഖ്യമന്ത്രിക്കെതിരായി, മുഖ്യമന്ത്രിയുടെ പേരെടുത്ത് പറയുന്നില്ല എങ്കിലും ഭരണ നേതൃത്വവുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്, ആ ഉത്തരവിൽ ഉണ്ടായിട്ടുണ്ട്. ഭരണ നേതൃത്വം എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നത് എന്നുള്ള ചോദ്യമടക്കം അതിനകത്ത് ഉന്നയിച്ചിട്ടുണ്ട്. ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കണം എന്നാണ് വിജിലൻസിന്റെ വൃത്തങ്ങൾ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതിയെ സമീപിക്കാൻ വേണ്ടിയുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ എടുക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ അന്തിമ റിപ്പോർട്ടിൽ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ് എന്നുള്ളതാണ് നിലവിൽ ഉയർത്തിയിരിക്കുന്ന വാദം, സംസ്ഥാന സർക്കാർ പറയുന്ന വാദം. കാരണം സംസ്ഥാന സർക്കാർ അന്തിമ തീരുമാനമെടുക്കാൻ കുറച്ച് ആൾക്കാരല്ല എന്ന തരത്തിൽ ചില പരാമർശങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷേ സംസ്ഥാന സർക്കാർ ഉത്തരവിട്ട അന്വേഷണത്തിൽ അവർ തന്നെയാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടത് എന്ന് സംസ്ഥാന സർക്കാർ വാദിക്കുകയാണ്. പരാമർശം മാറ്റിയില്ലെങ്കിൽ നിയമപ്രശ്നം ഉണ്ടാകും വരും കാലങ്ങളിൽ എന്ന് വിജിലൻസും പറയുന്നുണ്ട്. ഇതാണ് വിജിലൻസിന്റെ നിയമോപദേശമായി സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ജിൽസി സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കാൻ വേണ്ടി തീരുമാനമെടുത്തിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. എം.ആർ. അജിത് കുമാറിനെതിരായ വിജിലൻസ് കോടതി വിധിയിൽ ഭരണ നേതൃത്വത്തിനെതിരായ ചില പരാമർശങ്ങളും ഉണ്ടായിരുന്നു. അത് നീക്കം ചെയ്യണമെന്ന ആവശ്യമടക്കം ഹൈക്കോടതിയിൽ ഉന്നയിക്കുമെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് സെയ്ഫ് സൈനുലാബ്ദീൻ പങ്കുവച്ചത്.